വയോധികനായ ഒരു മനുഷ്യൻ ലോട്ടറി വിജയിച്ചു. അത്യധികമായ സന്തോഷത്തിൽ അയാൾ തൻ്റെ മക്കളെ വിളിക്കാനായി ഫോൺ എടുത്തു. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു, എൻ്റെ മക്കൾക്ക് എന്നോടാണോ എൻ്റെ പണത്തിനോടാണോ കൂടുതൽ ഇഷ്ടം? അയാൾ $30 ലക്ഷം പണമായി എടുത്ത് ഒരു മുഷിഞ്ഞ ബാഗിൽ വെച്ചു. അതിനുശേഷം പഴയ വസ്ത്രങ്ങൾ ധരിച്ച് മുൻകൂട്ടി അറിയിക്കാതെ തൻ്റെ മക്കളെ കാണാനായി പുറപ്പെട്ടു. ആദ്യം തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ കാണാനായാണ് അച്ഛൻ പോയത്. ബാൽക്കണിയിൽ നിന്ന് അച്ഛൻ വരുന്നത് കണ്ട് മകൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ആ മനുഷ്യൻ പണം ആവശ്യപ്പെട്ട് വരുന്നതാണ്, ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കൂ. ഇത് പറഞ്ഞ് അയാൾ വീടിനുള്ളിൽ മറഞ്ഞിരുന്നു. അയാളുടെ അച്ഛൻ കുറേയേറെ നേരം അയാൾക്കായി വാതിൽക്കൽ കാത്തുനിന്നു. മകൻ അയാളുടെ ഭാര്യയോട് സംസാരിക്കുന്ന ശബ്ദം അച്ഛന് പുറത്തുനിന്ന് കേൾക്കാമായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് മകന്റെ ഭാര്യ പുറത്തു വന്ന് അയാൾ അവിടെ ഇല്ല എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ മറുപടിയൊന്നും പറയാതെ വേദനയോടെ അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം അയാൾ തൻ്റെ മകളുടെ വീട്ടിലേക്ക് പോയി. മകൾ അച്ഛന് തണുത്ത സ്വീകരണം നൽകിക്കൊണ്ട് പറഞ്ഞു, അച്ഛന് ഒന്ന് വിളിച്ചിട്ട് വരാമായിരുന്നു. പതിഞ്ഞ ശബ്ദത്തിൽ അച്ഛൻ മറുപടി പറഞ്ഞു, എനിക്ക് നല്ല സുഖമില്ല, ഞാൻ ഒരാഴ്ചക്കാലം ഇവിടെ താമസിച്ചോട്ടെ. മകൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് അതിഷ്ടമാകില്ല. മാത്രവുമല്ല, അച്ഛൻ ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കരുത്. എൻ്റെ അച്ഛൻ ഒരു ദരിദ്രനാണെന്ന് എൻ്റെ ഭർത്താവ് കരുതുന്നത് എനിക്കിഷ്ടമല്ല. അതിനുശേഷം മകൾ കുറച്ച് പണം അച്ഛന് കൈമാറാൻ ശ്രമിച്ചു. എന്നാൽ അച്ഛൻ അത് നിരസിച്ചുകൊണ്ട് നിറകണ്ണുകളോടെ അവിടെ നിന്ന് മടങ്ങി. അവസാനം അച്ഛൻ തൻ്റെ രണ്ടാമത്തെ മകന്റെ ജോലിസ്ഥലത്തേക്ക് അയാളെ കാണാൻ പോയി. അച്ഛനെ കണ്ട മാത്രയിൽ മറ്റെല്ലാം ഉപേക്ഷിച്ച് മകൻ ഓടി വന്ന് അയാളെ കെട്ടിപ്പുണർന്നു. മകൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ വന്നതുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ ജോലി അവസാനിപ്പിക്കുകയാണ്. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അച്ഛൻ അയാളോട് ചോദിച്ചു, എനിക്ക് ഒരാഴ്ചക്കാലം അവിടെ തങ്ങാനാകുമോ? മകന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഒരാഴ്ചയെന്നല്ല, അച്ഛന് ഇഷ്ടമാണെങ്കിൽ ഇനിയുള്ള കാലം അത്രയും എന്നോടൊപ്പം താമസിക്കാം. എൻ്റെ വീട് അച്ഛൻ്റെ വീട് തന്നെയാണ്. അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ തൻ്റെ ബാഗ് തുറന്ന് $30 ലക്ഷം മകന് കാട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, അത്യാഗ്രഹമില്ലാതെ എന്നെ സ്വീകരിച്ചതിന് ഈ പണം നിനക്കുള്ളതാണ്. കാരണം യഥാർത്ഥ സ്നേഹം സമ്പത്തിൽ ആശ്രിതമല്ല. അതിൽ മാതാപിതാക്കളോടുള്ള സ്നേഹം, കരുണ, അവരെ ഓർത്ത് ഒരിക്കലും ലജ്ജിതരാകാതിരിക്കുക എന്നിവയാണ് പ്രധാനം.